എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്നെ സ്നേഹിക്കുന്നവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം, എന്നെയും ഭുവനെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ കാണുന്നവരൊക്കെ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ വരും. ബൈ. എന്തെങ്കിലും പറയണ്ട? எல்லாத்தையும் A to Z இவ்வளோ பண்ணிட்டா. ஆனால் லைக் ஒருபாடு ரொம்ப லைக் இந்த ஃபங்க்ஷனுக்கு ரொம்ப கஷ்டப்பட்டான். அது மாத்திரம் எனக்கு மனசிலாச்சு. நானா? ஏன்னா எல்லா ஒர்க்கும் இப்போ தான் பார்த்தா சிங்கிள் ஒரு உமனா சிங்கிளா சிங்கப்பெண்ணு பாருடா. சிங்கப்பெண் தமிழ்நாட்டு சிங்கப்பெண் ஐயோ. ஆமா, കേരളത്തിൽ എല്ലാവരും എന്നെ സിംഗപ്പെണ്ണെന്നാ വിളിക്കുന്നത്. സിംഗപ്പെണ്ണേ ഒരു സോങ് ഇല്ലേ? சிங்கிளா எல்லா காரியமும் இவ தான் பார்த்துக்கிட்டா. A to Z எதுவுமே கிடையாது. ഇവരുടെ ഫുൾ ഹാർഡ് വർക്ക് மட்டும் தான் இந்த மேரேஜ் ஃபுல்லாவே. പക്ഷെ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഭുവന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭുവന് എല്ലാം സിമ്പിളായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. ഗുരുവായൂർ ടെമ്പിളിൽ മാരേജ് സ്റ്റോപ്പ്, അത് മതി എന്ന് പറഞ്ഞൊരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കല്യാണം ഒന്നേ ഉള്ളു പോവാ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡായിട്ട് നടത്തണം. എനിക്കിതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വെക്കണം എന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ. സത്യം പറയാമല്ലോ, കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക്. ഈ പ്രീ വെഡ്ഡിങ് വെക്കണം, ബ്രൈഡ് ടു ബി വെക്കണം, ഹൽദി വെക്കണം, മെഹന്തി വെക്കണം, പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള തമിഴ് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞു, ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം, യൂട്യൂബിലിടും ഞാൻ ആ വീഡിയോ, കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമ്മുടെ ലൈഫിലുള്ള ഓരോ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അല്ലേ. ഇനി